ഇന്ന് നമുക്ക് ഇലമ്പൻ പുളി കൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ചേറെ തന്നെ ഇഞ്ചി വേണം, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചത്. ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇലമ്പൻ പുളി നന്നായി കഴുകി വൃത്തിയാക്കി 2 കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇടുക. നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം 2 വിസിലടുപ്പിച്ച് അത് വേവിച്ച് വയ്ക്കുക. ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് നന്നായി വറുത്തെടുക്കുക. നന്നായി വറുത്തതിന് ശേഷം പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഇലമ്പൻ പുളി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഇത്തിരി ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി നന്നായി കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് വളരെ ടേസ്റ്റിയായ ഒരു പുളിയിഞ്ചിയാണ്. നമുക്ക് സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുളിയിഞ്ചി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.